Hi everyone, Business Buzz's How to Sell on Amazon എന്ന ഈ ഒരു കോഴ്സിലെ ആറാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് GTIN എക്സംഷനെ കുറിച്ചിട്ടാണ്. ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി ചെയ്യുന്ന എല്ലാ വീഡിയോസും അടങ്ങുന്ന ഒരു പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐകാർഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അത് കണ്ടു നോക്കുക. എല്ലാവർക്കും എല്ലാ ടോപ്പിക്സും വ്യക്തമായി തന്നെ മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് ഈ GTIN എക്സംഷൻ എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ആമസോണിൽ സെൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റിന് ബാർകോഡ് നമ്പറോ അങ്ങനെ യാതൊരുവിധ പ്രൊഡക്റ്റ് ഐഡിയയും ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്ട്സിനാണ് നമ്മൾ GTIN എക്സംഷൻ എടുക്കുന്നത്. ഈ ബാർകോഡിനെയാണ് നമ്മൾ GTIN അല്ലെങ്കിൽ ഗ്ലോബൽ ട്രേഡ് ഐറ്റം നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ബാർകോഡ് ഇല്ലാത്ത പ്രൊഡക്റ്റാണ് നമ്മുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കത് ലിസ്റ്റ് ചെയ്യാനായിട്ട് GTIN എക്സംഷൻ എടുക്കണം. എക്സംഷൻ്റെ മലയാളം മീനിങ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒഴിവാക്കൽ എന്നാണ്. അതായത് നമ്മൾ ഈ ഒരു GTIN ഒഴിവാക്കിക്കൊണ്ട് പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ഇവിടെ. ഇനി GTIN എക്സംഷൻ എടുക്കേണ്ടി വരുന്ന രണ്ട് സാഹചര്യങ്ങളെക്കുറിച്ച് പറയാം. ഒന്ന്, നിങ്ങളുടെ കയ്യിൽ കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്, അത് നിങ്ങളായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്ട്സ് അല്ല, നിങ്ങളല്ല അതിൻ്റെ മാനുഫാക്ചറർ. നിങ്ങളുടെ കയ്യിൽ അത് വിൽക്കാനായിട്ട് അവൈലബിൾ ആണ്, പക്ഷെ അതിന് ബാർകോഡ് നമ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്ട്സ് വിൽക്കാനായിട്ട് GTIN എക്സംഷൻ എടുക്കാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ബ്രാൻഡിലുള്ള നിങ്ങൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ്, അതിന് ഇതുവരെയും ബാർകോഡ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ലിസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് GTIN എക്സംഷൻ എടുക്കാവുന്നതാണ്. പിന്നെ ഒരു സാധ്യത എന്ന് പറയുന്നത്, ഇപ്പോൾ രണ്ട് സെപ്പറേറ്റ് പ്രൊഡക്ട്സ് രണ്ടിനും ബാർകോഡ് ഉണ്ടെന്ന് വിചാരിക്കുക, പക്ഷെ രണ്ടും കൂടിയിട്ട് നിങ്ങൾ ഒരൊറ്റ ലിസ്റ്റിങ്ങിലായിട്ട് കോംബോ ഓഫറൊക്കെ പോലെ ഇടുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ സെല് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് GTIN എക്സംഷൻ എടുക്കാവുന്നതാണ്. ഈ ഒരു GTIN എക്സംഷൻ നമ്മൾ എടുക്കുന്നത് പ്രൊഡക്റ്റ് കാറ്റഗറിയും അതുപോലെ തന്നെ ബ്രാൻഡ് നെയിമും പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, സപ്പോസ് നിങ്ങളുടെ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് ഫസ്റ്റ് ബൈറ്റ് എന്നാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ പ്രൊഡക്റ്റ് കാറ്റഗറി വരുന്നത് ഗ്രോസറി കാറ്റഗറിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബ്രാൻഡിന്, അതായത് ഫസ്റ്റ് ബൈറ്റ് എന്നുള്ള ഈ ഒരു ബ്രാൻഡിന് നിങ്ങൾ ഗ്രോസറി കാറ്റഗറിയിലാണ് GTIN എക്സംഷൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഗ്രോസറി കാറ്റഗറിയിലാണ് നിങ്ങളുടെ ഈ ഒരു ബ്രാൻഡിന് GTIN എക്സംഷൻ എടുത്തത് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് കാറ്റഗറിയിൽ മാത്രമേ നിങ്ങൾക്ക് സെൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് ഈ ഒരു ബ്രാൻഡിൽ തന്നെ വേറെയും പ്രൊഡക്റ്റ് കാറ്റഗറിയിൽ പ്രൊഡക്ട്സ് വിൽക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് കാറ്റഗറി സെലക്ട് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ ആ ഒരു കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ള GTIN എക്സംഷൻ എടുക്കേണ്ടതാണ്. ഇനി എന്തെല്ലാം ഇൻഫർമേഷൻ കൊടുത്താലാണ് നമുക്ക് GTIN എക്സംഷൻ കിട്ടുക എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് സാമ്പിൾ പ്രൊഡക്റ്റിൻ്റെ ടൈറ്റിലും ഇമേജസും ആണ്. അതായത് നിങ്ങൾ GTIN എക്സംഷൻ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ബ്രാൻഡിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, അതിൻ്റെ നെയിമും പോരാതെ അതിൻ്റെ എല്ലാ സൈഡുകളിൽ നിന്നുമുള്ള ഇമേജസുമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ എല്ലാ സൈഡിലുള്ള ഇമേജസ്, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് പാക്കേജിങ്, അതിനിപ്പോൾ കാർട്ടൺ ബോക്സസിലാണെന്നുണ്ടെങ്കിൽ ആ ബോക്സിൻ്റെ എല്ലാ സൈഡ്സിലുള്ള ഫോട്ടോകളും നമുക്ക് ആവശ്യമായിട്ട് വരും. GTIN എക്സംഷൻ എടുക്കാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബ്രാൻഡ് നെയിമിൻ്റെ കറക്റ്റ് നെയിം തന്നെയാണ് ആ ഒരു പ്രൊഡക്റ്റുമിലും ഉള്ളത് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഇമേജസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് റിയൽ വേൾഡ് ഇമേജസ് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഗ്രാഫിക്കൽ ഇമേജസ്, അതായത് ഫോട്ടോഷോപ്പിലൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമേജസ് ആയിരിക്കരുത്. നിങ്ങളുടെ കയ്യിൽ ആ ഒരു പ്രൊഡക്റ്റ് പിടിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടേബിളിൽ വെച്ചിട്ടുള്ള ഇമേജോ ആയിരിക്കണം അത്. മാത്രമല്ല, നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡിങ് എന്ന് പറയുന്നത് അത് പെർമനൻ്റ്ലി എഫിക്സ് ചെയ്തിട്ടുള്ള ഒന്നായിരിക്കണം. അതായത് വളരെ എളുപ്പത്തിലൊന്നും മാഞ്ഞു പോകുന്ന രീതിക്കുള്ള ബ്രാൻഡിങ് ആയിരിക്കരുത്. മാത്രമല്ല, നിങ്ങൾ ലിസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിന് നിലവിൽ ബാർകോഡുകളൊന്നും തന്നെ ഉണ്ടാവാനായിട്ട് പാടില്ല. കാരണം നമുക്കറിയാലോ, ബാർകോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാർകോഡ് വെച്ച് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. GTIN എക്സംഷൻ എടുക്കേണ്ട കാര്യം ഇവിടെ വരുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്രൂവലിനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. GTIN എക്സംഷൻ എടുക്കാനായിട്ട് നമുക്കിവിടെ റിക്വസ്റ്റ് അപ്രൂവൽ എന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് ആദ്യം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രൊഡക്റ്റ് കാറ്റഗറിയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങളിവിടെ പ്രൊഡക്റ്റ് കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ ബ്രാൻഡ് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കോംബോ ഓഫറൊക്കെയാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജനറിക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇവിടെ ചെക്ക് ഫോർ എലിജിബിലിറ്റി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾ ബ്രാൻഡിനാണ് GTIN എക്സംഷൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ജനറിക് എന്ന് ടൈപ്പ് ചെയ്തെടുത്ത് നിങ്ങളുടെ ബ്രാൻഡ് നെയിം നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഒരു പ്രൊഡക്റ്റ് കാറ്റഗറിയിൽ ജനറിക് ആയിട്ടുള്ള ഐറ്റംസ് സെൽ ചെയ്യാനായിട്ടുള്ള അപ്രൂവൽ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സ്ക്രീൻ കാണിക്കുന്നത്. 30 മിനിറ്റുകൾക്ക് ശേഷം എനിക്ക് പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്യാവുന്നതാണെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിവിടെ ആഡ് എ പ്രൊഡക്റ്റ് എന്ന ഓപ്ഷൻ എടുത്തിട്ട് പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ.
അതിപ്പോൾ ജനറിക് ഐറ്റം ആയതുകൊണ്ടാണ് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്രൂവൽ കിട്ടിയത്. ഇനിയിപ്പോൾ ഞാനിവിടെ വേറൊരു പ്രൊഡക്റ്റ് കാറ്റഗറി സെലക്ട് ചെയ്തിട്ട് ബ്രാൻഡ് നെയിം കൊടുത്തിട്ട് കാണിക്കാം. നമ്മുടെ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ബൈറ്റ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ ചെക്ക് ഫോർ എലിജിബിലിറ്റി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഇവിടെ ഇപ്പോൾ സ്റ്റാറ്റസിൽ ടിക്ക് മാർക്ക് വരുന്നത് കാണാം. ഇനിയിപ്പോൾ നമുക്കിവിടെ കണ്ടിന്യൂ ടു സബ്മിറ്റ് പ്രൂഫ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ നെയിം, സാമ്പിൾ പ്രൊഡക്റ്റിൻ്റെ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ഒരു സാമ്പിൾ പ്രൊഡക്റ്റിൻ്റെ സൈഡിലുള്ള ഇമേജസ് എല്ലാം നമുക്കിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ സബ്മിറ്റ് റിക്വസ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആമസോൺ നമ്മുടെ റിക്വസ്റ്റ് റിവ്യൂ ചെയ്തതിന് ശേഷം അത് അക്സെപ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തോ എന്നുള്ളത് നമുക്ക് മെയിലായിട്ട് അയക്കുന്നതാണ്. GTIN എക്സംഷൻ നമുക്ക് എളുപ്പത്തിൽ തന്നെ കിട്ടും. അപ്പോൾ അതിനകത്ത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി ഡോക്യുമെൻറ്റ്സിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് മെയിലിൽ അവർ പറയുന്നതാണ്. അപ്പോൾ അത് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അപ്രൂവൽ ലഭിക്കുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില ബ്രാൻഡ് നെയിമുകൾ, ചില ബ്രാൻഡ് കാറ്റഗറിയിലുള്ള ചില ബ്രാൻഡ് നെയിമുകൾക്ക് വ്യക്തമായിട്ടും GTIN തന്നെ വേണമെന്ന് ആമസോൺ നിർബന്ധം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റും ആമസോൺ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് സ്റ്റാറ്റസിൽ കാണാം, ഒരു റോങ് സൈനാണ് കാണിക്കുന്നത്. GTIN എക്സംഷൻ്റെ ഡീറ്റെയിൽസ് പറയുന്ന ഈ ഒരു പേജിലെ രണ്ടാമത്തെ സെക്ഷൻ, സെക്കൻഡ് പോയിന്റ്, ബ്രാൻഡ്സ് ദാറ്റ് റിക്വയർ എ GTIN ടു ലിസ്റ്റ് എന്ന ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഒരു ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഏതൊക്കെ ബ്രാൻഡിനാണ് GTIN നിർബന്ധമായിട്ട് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് GTIN എക്സംഷൻ എടുക്കേണ്ടത്. ഇനി വരും വീഡിയോസിൽ നമുക്ക് പ്രൊഡക്റ്റ് ലിസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പഠിക്കാം. അപ്പോൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് GTIN എക്സംഷൻ എടുക്കേണ്ടവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപ്രൂവലിനായിട്ട് റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യാം. ഉടനെ തന്നെ പ്രൊഡക്റ്റ് ലിസ്റ്റിങ്ങിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. സബ്സ്ക്രൈബ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.